ഹലോ, ഞങ്ങൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് നേരെ മസനഗുഡി വഴി ഊട്ടിയിലേക്കാട്ടോ പോയത്. നല്ലൊരു സ്പെഷ്യൽ പ്ലേസിലേക്കാണ് ഞങ്ങൾ എത്തിയത്. ഈ സ്ഥലം കണ്ടപ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2 മണിയായതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് ഞാൻ അവിടെ ഇരിപ്പായിട്ടോ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. മത്തിക്കപ്പി ഇത് നമ്മുടെ ഇന്നത്തെ ലഞ്ചാണ്. ഞാൻ തന്നെ കുക്ക് ചെയ്ത് അടിപൊളി പ്ലേസിൽ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? നല്ല ടേസ്റ്റ്, നല്ല രസമുണ്ട്. പെട്ടെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാതെ ട്രെയിൻ വന്നതും ഫോൺ എടുക്കാനൊന്നും നമുക്ക് ആ സമയത്ത് പറ്റിയില്ല. ചെറിയൊരു പോർഷൻ മാത്രമേ വീഡിയോയിൽ നമുക്ക് കിട്ടിയുള്ളൂ. എന്തായാലും കണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ ഞങ്ങൾ അങ്ങനെ നടന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടോ. ഈ ടൈമിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല ട്രെയിൻ വരുന്നുള്ളത്. എന്തായാലും വന്നതിന് ഗുണമുണ്ടായി എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് നേരെ അപ്പുറത്തെ സ്ഥലം കാണാൻ പറഞ്ഞ് നടന്നു. അപ്പുറത്ത് ചെന്നപ്പോൾ ഇതിലും സൂപ്പറാട്ടോ. നല്ല ഒരു പച്ചപ്പും ഹരിതാപവും ഒക്കെ ഉണ്ടായിരുന്നു. ഊട്ടിയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് എത്ര വെയിലുണ്ടോ അത്ര തന്നെ തണുപ്പ് വൈകുന്നേരവും ഉണ്ടായിരിക്കും. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ ഊട്ടിയിൽ വരുമ്പോൾ തണുപ്പത്താണ് എല്ലാവരും വരാറ്. ഇനി ആരെങ്കിലും വരാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ ഒരു പ്രാവശ്യം മഴക്കാലത്ത് വന്നു കേട്ടോ. ഊട്ടി ഓരോ സീസണും ഓരോ പോലെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെയിൽ കാലത്ത് വരുമ്പോൾ മരങ്ങൾക്ക് വേറൊരു ഷെയ്ഡായിരിക്കും, മഴക്കാലത്ത് വരുമ്പോൾ അതിലും മനോഹരമായിരിക്കും കേട്ടോ. തണുപ്പ് കാലത്താണെങ്കിലും മറ്റൊരു രീതിയിലും. എന്തായാലും എല്ലാ സീസണും വെവ്വേറെയായിട്ട് തരുന്ന ഒരു സ്ഥലമാണ് ഊട്ടി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോൾ വന്നാലും ഊട്ടി എനിക്ക് പുതിയതുപോലെ ആയിട്ടാണ് തോന്നാറ്. ഈ ട്രാക്കിൽ നമ്മൾ നടക്കുമ്പോൾ ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു വേസ്റ്റ് പോലും ഇല്ല. കാരണം ഇവിടെ അധികം ആൾക്കാരൊന്നും വരാറില്ല. നിങ്ങളാരെങ്കിലും ഇതുവഴി വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ വേസ്റ്റ് ഒന്നും ഇടരുത് കേട്ടോ. ഇത്ര ഭംഗിയുള്ള സ്ഥലം ഇങ്ങനെ തന്നെ വെക്കുന്നതല്ലേ നല്ല ഇത്. ഇവിടെ ഈ ഒരു സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ദിൽസേ മൂവിയിലെ സോങ് ഷൂട്ട് ചെയ്ത സ്ഥലം കൂടിയാട്ടോ ഇത്. കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. എന്തായാലും ഇതിവിടുത്തെ ലോക്കൽ അട്രാക്ഷനാണ്, ഒരു ഹിഡൻ പ്ലേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് അങ്ങനെ അധികം ടൂറിസ്റ്റുകളൊന്നും എത്തിപ്പെടാറില്ല. ഇതിലെ ഒരു റോഡ് പോയിട്ടുണ്ട്, അവിടെ ഒരു വില്ലേജ് ഉണ്ട്. നമുക്ക് അതുവഴി ആയാലും ഊട്ടിയിലേക്ക് തിരിച്ചെത്താം. പക്ഷെ അത് കുറച്ച് ലോങ് ആയതുകൊണ്ട് ഞങ്ങൾ വന്ന വഴി തന്നെ തിരിച്ചു പോവുകയാണ്. എന്തായാലും നല്ലൊരു കാഴ്ചകൾ സമ്മാനിച്ച സൺഡേയോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു മടങ്ങിയാണ്. താങ്ക് യു ഓൾ.